ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് മാക്രോ എക്കണോമിക്സ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നു മുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഡിസ്കസ് about the fundamental functioning of a simple economy. ഒരു ലളിത സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. For every economy to grow, there is a need of the resources in the economy is to be transformed through a production process. ഏതൊരു സമ്പദ്ഘടനയും വളരണമെങ്കിൽ സമ്പദ്ഘടനയിൽ ഉള്ള വിഭവങ്ങളെ ഉൽപാദന പ്രക്രിയയിലൂടെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം. സോ ദർ ഇസ് എ നീഡ് ഓഫ് എ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഇക്കോണമി. ഒരു ഉൽപ്പന്ന പ്രവാഹം സമ്പദ്ഘടനയിൽ ഉണ്ടാകണം. സോ ഹൗ ഡസ് എ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ occurs in an economy, or how does a flow of production arise in an economy? ഒരു സമ്പദ്ഘടനയിൽ ഉൽപ്പന്ന പ്രവാഹം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആധുനിക സമ്പദ്ഘടനയിൽ ഉൽപ്പന്ന പ്രവാഹം ഉണ്ടാകുന്നത് സാധന സേവനങ്ങൾ ഉൽപാദന പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ്. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു സമ്പദ്ഘടനയിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ബഹുരാഷ്ട്ര കമ്പനികൾ, വ്യക്തിഗത ഉൽപ്പാദകർ, ഇവരെല്ലാവരും വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. സോ ഇൻ ആൻ ഇക്കോണമി ദർ ആർ ന്യൂമറസ് എന്റർപ്രൈസസ് പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, and these goods and services produced by these enterprises are consumed by the individuals or the firms. ഉൽപ്പാദിപ്പിച്ച ഈ സാധന സേവനങ്ങൾ ഉപഭോഗം ചെയ്യുന്നുണ്ട്. ഉപഭോഗം ചെയ്യുന്ന ഉപഭോക്താക്കൾ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു വലിയ സ്ഥാപനമായിരിക്കാം. So the goods and services produced by the producers are consumed by the consumers. The consumers might consume these goods for final use or for use in further production. ഉപഭോക്താക്കൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വാങ്ങുന്നത് ചിലപ്പോൾ ഉപഭോക്താവിൻ്റെ അന്തിമ ഉപഭോഗത്തിനാവും, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിനായിരിക്കും ഉപഭോക്താവ് ഉപഭോഗം ചെയ്യുന്നത്. സോ ഹിയർ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടു ഫോംസ് ഓഫ് ഗുഡ്സ്. രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കളെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ വാട്ട് ആർ ദ ടു ഫോംസ് ഓഫ് ഗുഡ്സ്? വസ്തുക്കളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. So first we will define what is meant by final good. A good that is meant for final use and will not pass through further stages of production or transformation is called final goods. എന്താണ് അന്തിമ വസ്തുക്കൾ? അന്തിമമായിട്ട് ഉപഭോക്താവിന് ഉപയോഗിക്കാൻ കഴിയുന്നതും ഇനിയൊരു ഉൽപാദന പ്രക്രിയയിലൂടെ കടന്നു പോകാത്തതുമായ വസ്തുക്കളെയാണ് നമ്മൾ അന്തിമ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്തിമ വസ്തുക്കൾ പല തരത്തിലുള്ള ഉൽപാദന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട്.
ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കാം. സപ്പോസ് എ ഫാമർ ഹു ഈസ് പ്രൊഡ്യൂസിങ് കോട്ടൺ സെൽസ് ഹിസ് കോട്ടൺ ടു എ സ്പിന്നിങ് മിൽ വേർ ഇറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു യാൺ. അതായത് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ തൻ്റെ പരുത്തി സ്പിന്നിങ് മില്ലിലേക്ക് വിൽക്കുന്നു. അവിടെ സ്പിന്നിങ് മില്ലിൽ വെച്ച്, നെയ്ത്തുശാലയിൽ വെച്ച് ഈ പരുത്തി എന്തായിട്ട് മാറുന്നു? നൂലായിട്ട് മാറുന്നു, യാൻ. സോ ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. പരുത്തിക്ക് യാണായിട്ട് മാറുന്നു. ഉൽപ്പന്നം ഒരു ഉൽപാദന പ്രക്രിയയിലൂടെ കടന്നു പോവുകയും അതൊരു മറ്റ് ഒരു ഉൽപ്പന്നമായിട്ട് മാറുകയും ചെയ്യുന്നു. സോ കോട്ടൺ ട്രാൻസ്ഫോംഡ് ഇൻ ടു യാൻ. ദെൻ ദിസ് യാൺ ഈസ് sold to the textile mill where it changes into cloth. ടെക്സ്റ്റൈൽ മില്ലിൽ നിന്ന് ഈ വസ്ത്രം അന്തിമ ഉപഭോഗത്തിന് സാധ്യമാവുന്ന രീതിയിലുള്ള വസ്ത്രമായി വിപണിയിലെത്തുന്നു. സോ ആർട്ടിക്കിൾ ഓഫ് ക്ലോത്ത്, ഇത് കൺസ്യൂമർ ഉപഭോഗം ചെയ്യുന്നു. ആർട്ടിക്കിൾ ഓഫ് ക്ലോത്ത് അവസാനം അന്തിമ ഉപഭോഗത്തിന് സാധ്യമാവുന്ന രീതിയിലുള്ള വസ്ത്രമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്നു. അവിടെ വെച്ച് ഉപഭോക്താവ് ഈ വസ്ത്രം കൺസ്യൂം ചെയ്യുന്നു, ഉപഭോഗം ചെയ്യുന്നു. നോക്കൂ, ഇവിടെ ഫൈനൽ ഗുഡ്സ് ആകുന്നതിന് മുമ്പേ ഈ ഉൽപ്പന്നം വിവിധ ഉൽപാദന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. അപ്പം അന്തിമ വസ്തുക്കൾ വിവിധ ഉൽപാദന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ വെച്ചിട്ട് ഇനി മറ്റൊരു ഉൽപാദന പ്രക്രിയയിലൂടെ ഈ വസ്തു കടന്നു പോകുന്നില്ല. സജീവ സാമ്പത്തിക പ്രവാഹത്തിൽ നിന്ന് ഈ വസ്തു പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അന്തിമ വസ്തു ആയതിനു ശേഷം പിന്നെ മറ്റൊരു ഉൽപാദന പ്രക്രിയയിലൂടെ ഇത് കടന്നു പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് യു മീൻ ബൈ ദിസ് ഫൈനൽ ഗുഡ്സ്? ഫൈനൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമർ ഫോർ ഫൈനൽ യൂസ്, ആൻഡ് ദീസ് ഗുഡ്സ് വിൽ നോട്ട് പാസ് ത്രൂ ഫർദർ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ, or there will be no transformation for these goods. അന്തിമ വസ്തുക്കൾ മറ്റു ഉൽപാദന പ്രക്രിയയിലൂടെ പിന്നീട് കടന്നു പോവുകയില്ല. മാത്രമല്ല സജീവ സാമ്പത്തിക പ്രവാഹത്തിൽ നിന്ന് അത് പുറത്തു പോവുകയും ചെയ്യുന്നു. ഉപഭോക്താക്കൾ അവസാനമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് യഥാർത്ഥത്തിൽ അന്തിമ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്തിമ വസ്തുക്കളുടെ നിർവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എ ഗുഡ് ദാറ്റ് ഈസ് meant for final use and will not pass through further stages of production or transformation is called final goods. നെക്സ്റ്റ് നമ്മൾ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഇടനില വസ്തുക്കൾ എന്ന് മനസ്സിലാക്കാം. സോ വാട്ട് യു മീൻ ബൈ ദിസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? Intermediate goods are those goods which are used by the producers as material inputs. എന്താണ് ഇടനില വസ്തുക്കൾ? ഇടനില വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അസംസ്കൃത വസ്തുക്കളാണ്. ഉൽപാദകർ മറ്റ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെയാണ് ഇടനില വസ്തുക്കൾ എന്ന് പറയുന്നത്. ആക്ച്വലി ദ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ again goes into the production process and it will be transformed into other goods. ഉദാഹരണം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. See, steel sheets used for making cars. കാർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റീൽ ഷീറ്റ്സ്, ഇറ്റ് ഈസ് an intermediate good. So steel sheets
കാർ ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഷീറ്റ്സ് യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ബിക്കോസ് ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വീണ്ടും ഏർപ്പെടുകയും മറ്റൊരു വസ്തുവായിട്ട് മാറുകയും ചെയ്യുന്നു. അതായത് കാറ് ഉൽപ്പന്നത്തിന് വേണ്ട ഒരു അസംസ്കൃത വസ്തുവാണ് സ്റ്റീൽ ഷീറ്റ്സ്. അതുപോലെ തന്നെ കോപ്പർ ടു പ്രൊഡ്യൂസ് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് ചെമ്പ്. സോ കോപ്പർ ഈസ് എ ഇൻ്റർമീഡിയറ്റ് ഗുഡ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അസംസ്കൃത വസ്തുക്കൾ, മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പം ഇൻ്റർമീഡിയറ്റ് ഗുഡ് സജീവ സാമ്പത്തിക പ്രവാഹത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകുന്നില്ല. സ്റ്റീൽ ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് കാർസ്. അപ്പോൾ സ്റ്റീൽ ഷീറ്റ്സ് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഇവിടെ. മറ്റൊരു ഉൽപ്പാദന പ്രക്രിയയിലൂടെ ഇത് വീണ്ടും കടന്നു പോകുന്നു. അതുപോലെ തന്നെ കോപ്പർ ഒരു ഉൽപ്പാദന പ്രക്രിയയിലൂടെ വീണ്ടും കടന്നു പോകുന്നു. അത്തരത്തിലുള്ള ഉൽപ്പാദന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന അസംസ്കൃത വസ്തുക്കളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഫൈനൽ ഗുഡ്സും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഫൈനൽ ഗുഡ്സ് ആർ കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഫോർ ഫൈനൽ യൂസ്. അന്തിമ ഉപഭോഗത്തിനായിട്ട് ഉപഭോക്താക്കൾ ഉപഭോഗം ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തിമ വസ്തുക്കൾ. മറ്റൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇനി അത് ഏർപ്പെടുകയില്ല. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇനി ഈ ഒരു വസ്തുവിന് ഇല്ല. അന്തിമ വസ്തു ഇനിയൊരു മറ്റൊരു വസ്തുവായിട്ട് ഒരിക്കലും അത് മാറുന്നില്ല. മാത്രമല്ല അത് സജീവ സാമ്പത്തിക പ്രവാഹത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. ഉപഭോക്താക്കൾ ഉപഭോഗം ചെയ്തതോടുകൂടി ആ വസ്തു സജീവ സാമ്പത്തിക പ്രവാഹത്തിൽ നിന്ന് പുറത്തു പോകുന്നു. എക്സാമ്പിൾ നമ്മൾ കണ്ടു, ഒരു വസ്തു അന്തിമ വസ്തു ആകുന്നതിന് മുൻപേ അത് വിവിധ ഉൽപാദന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. കോട്ടൺ യാണായി മാറുന്നു, ദെൻ യാൺ ചേഞ്ചസ് ഇൻ ടു ക്ലോത്ത്, ദെൻ ആർട്ടിക്കിൾ ഓഫ് ക്ലോത്ത് ആയിട്ട് മാറുന്നു. ആൻഡ് ദിസ് ആർട്ടിക്കിൾ ഓഫ് ക്ലോത്ത് ഈസ് ദ ഫൈനൽ ഗുഡ്. ഓക്കെ, ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ദിസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അസംസ്കൃത വസ്തുക്കളാണ്. മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ ഉൽപാദന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, സ്റ്റീൽ ഷീറ്റ്സ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് കാർ ഈസ് എൻ ഇന്റർമീഡിയറ്റ് ഗുഡ്. കോപ്പർ used for producing utensils is an intermediate good. So this is the difference between final goods and intermediate goods. In the next class we are going to discuss the other classification of final goods. Final goods ne veendum classify cheyyunnundu. Final goods can be classified into consumer goods and capital goods. ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം. ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.